അങ്ങനെ വൈകുന്നേരം പുരയിലിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ കമ്പനിക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പയ്യോളി കോളായി പാലത്ത് പോയിട്ട് ഇന്നും കല്ലുമക്കായി പറിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുന്നവർ എൻ്റെ മക്കളെ ഇത്ര ആൾക്കാരൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല കേട്ടോ. അത്ര ആൾക്കാരൊന്നുണ്ട് കല്ലുമക്കായി പറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് കിട്ടുക. അങ്ങനെ നമ്മൾ എന്താക്കണം, നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ കല്യാണപ്പുരയിലേക്ക് പോകേണ്ട ആൾക്കാർ ഒന്നുമല്ല, കല്ലുമക്കായി പറിക്കാൻ വേണ്ട ആൾക്കാരാട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കി വെച്ചിട്ട് 50 കിലോൻ്റെ ചാക്കിൻ്റെ അരിൻ്റെ കവറൊക്കെ എടുത്ത് പിന്നെ തേപ്പ് കത്തിയുണ്ടായിരുന്നു. സിറായിക്കാൻ്റെ വീട്ടിൽ നിന്ന് തേപ്പ് കത്തിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകുന്നത്. ഇത്ര ആൾക്കാരൊന്നും പ്രതീക്ഷിക്കില്ല. നീല് നിറച്ച് കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോയി നോക്കുന്നവർ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. നോക്കണ്ട ഉണ്ണിയാ, ഇത് ഞാനല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളെന്താക്കാണ് നേരെ അങ്ങ് കയറിയല്ലേ. കയറി നോക്കുന്ന നമ്മളെ സ്ഥാപിക്കാൻ അവിടെ കണ്ടു കേട്ടോ. അപ്പം നമ്മളൊരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങ് ചെയ്തേക്കുക. താല്പര്യം ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് അടിച്ചേക്ക് എന്നൊക്കെ ആര് പറയുന്നത്, ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു തന്നില്ലേ. പിന്നെ ഇത് കണ്ട തല ചൊറിഞ്ഞിട്ട് നിൽക്കുന്നത് ഇതെന്താ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ പറിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. സ്ഥാപിത്ത് കണ്ട് കല്ലിൻ്റെ കൂടെ ഒക്കെ ഓരോരോ കഥയൊക്കെ പറഞ്ഞു, എൻ്റെ മോനെ ഈ കല്ലെടുത്ത് പൊരയെ കൊണ്ടുപോയാൽ മതി, എന്നാൽ പിന്നെ ഇടക്കിടക്ക് കല്ലുമക്കായി ഈമൻ തന്നെ അങ്ങ് പറിക്കാൻ, ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുക കേട്ടോ. ഇവിടുത്തെ കല്ലുമക്കായി ചെറുതാന്ന് പറഞ്ഞിട്ട് സ്ഥാപിത്തൊക്കെ പറഞ്ഞു ഞാൻ ഇനി പറിക്കുന്നില്ല എന്ന്. അങ്ങനെ സ്ഥാപിത്തക്കാരനോട് കുറേ കഥയൊക്കെ പറഞ്ഞപ്പോൾ സ്ഥാപിത്തക്കാരനോട് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ ഇതെന്ത് ജനാലേ, ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടല്ലോ എന്ന്. ഞാൻ കേട്ടത് വെച്ചുകൊണ്ട് ജനാന്ന് കേട്ടത് ജനല് എന്നായിരുന്നു. അപ്പോൾ സ്ഥാപിത്തൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഊള കോമഡി ഒന്നും എന്നോട് പറയാൻ നിൽക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇനിയൊന്നും പറയാൻ നിൽക്കുന്നില്ലേ എന്ന്. അങ്ങനെ ഈ കല്ല് മാത്രം നമുക്ക് ഇനി കിട്ടിയിക്കുള്ളൂ, ഇനി ആരും അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്താ ചാട കല്ലുമക്കായി ഇല്ലാത്തതിനെ കൊണ്ട് ഇനി പോയിട്ട് കാര്യമില്ലല്ലോ, വീഡിയോ കണ്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ സ്ഥാപിത്തൊക്കെ ഫോൺ എടുത്തിട്ട് എന്താക്കുന്നത് എന്നോട് പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് വരും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ ആയിട്ട് നന്നായിട്ട് വെച്ചോ, ഞാൻ കല്ലുമക്കായിട്ട് വരുമെന്ന്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്കായിരുന്നെങ്കിൽ ഒരു 50 റുപ്യേൻ്റെ കല്ലുമക്കായി ഒക്കെ അങ്ങ് വാങ്ങാമെന്നൊക്കെ ഞാൻ സ്ഥാപിത്തക്കാരനോട് പറഞ്ഞു കിട്ടോ. അന്നേരം സ്ഥാപിത്തൊക്കെ വെച്ച് അല്ല 50 റുപ്യക്ക് കിട്ടും നമുക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓന്ന്. അപ്പം ഞാൻ വെച്ച് ഒറ്റക്കാണോ വന്നതെന്ന് വെച്ചാൽ പറഞ്ഞു അല്ലല്ല എൻ്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ട്. നോക്കുന്നവരാരാ, ഇതാ വലിയൊരു ചാക്കൊക്കെ ആയിട്ട് ശിഷ്യന്മാർ, ഈ 3 ശിഷ്യന്മാരെ കണ്ടപ്പോൾ ഞാനും കൂടി ഞെട്ടി. ഇതാരാ നമുക്കറിയില്ല കേട്ടോ, മൂപ്പർക്കും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സന്തോഷമായി. ജനങ്ങൾ ഇവിടുന്ന് വല്ലാണ്ട് പറിച്ചുണ്ടാക്കുക എന്ന് പറയില്ലേ, അതേമാതിരി പറിച്ചൊരു വൈക്കായി എന്ന് പറഞ്ഞൊരവസ്ഥ കേട്ടോ. നല്ല അടിപൊളിയിൽ എന്താ പറയുക, ഇങ്ങനെ കണ്ട കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ റെസ്റ്റും കാര്യങ്ങൾ. റെസ്റ്റ് എന്ന് വെച്ചാൽ വിശ്രമിക്കുന്നു എന്ന് പറയും കേട്ടോ. വിശ്രമിച്ച് കുത്തിരിക്കുന്ന സമയത്ത് നമ്മളെന്താക്കണം ഇവിടുന്ന് എൻ്റെ മോനെ ഒന്നും പറയും, ഞാൻ ഇനി എന്ത് പറയാനാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഇവിടെ താടിക്കൊക്കെ കൈകുത്തിക്കുന്നു. ഇത് എത്ര ആൾക്കാരെ കല്ലുമക്കായി പറിക്കാൻ, ആരും മനുഷ്യരും ഇല്ലാത്ത സ്ഥലത്ത് ഇത്രയും ആൾക്കാർ വന്നല്ലോ എന്ന്. അങ്ങനെ ആ സ്ഥാപിത്തക്കാരനെ നോക്കുന്നൊരു സ്ഥാപിത്തക്കാണ്ട് ഫോൺ ചെയ്യുന്നു കേട്ടോ. ഫോൺ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ പിന്നെ ഉണ്ട് ഒരു ആരതോ ചാക്ക് കയറിയിട്ട് കൈയിട്ടിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നത്. അന്ന് അതിൻ്റെ റെഡിക്കുള്ള ഉടമ ഉണ്ടാവില്ല, പറിച്ച് വെച്ചേ മൂപ്പറുണ്ടായിരുന്നു തിരിഞ്ഞടിക്കുന്നത് ഇതെൻ്റെ താട്ടോ എന്ന് പറയും, ഇതെൻ്റെതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ എടുത്തിട്ട് വീണ്ടും കൊണ്ട് ചെയ്യുന്നു. ഞാൻ നോക്കുന്നവരുണ്ട് ആരെയാ വിളിക്കുന്നത്, സ്വന്തം ഭാര്യനെ വിളിക്കുക കേട്ടോ. ഭാര്യനെ വിളിക്കുന്ന കണ്ടപ്പോൾ സ്ഥിരമുണ്ട് വീട്ടിലേക്ക് ഭർത്താവിനെ വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇവിടെ കല്ലുമക്കായി ഒന്നില്ലാലോ, ഞാനിപ്പോൾ എന്താക്കുമെന്നും പറഞ്ഞിട്ട്. അന്നേരം നീന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താക്കുന്നുണ്ട്, നീനായിട്ടിങ്ങ് വരുന്നുണ്ട്, നീ പ്രശ്നമാക്കണ്ടെന്ന്. ഇതേമാതിരി വിളിച്ചിട്ട് സാപ്പിത്തക്കയും കൂടിയും പറഞ്ഞോക്കുന്നൊരു ഭാര്യ പറഞ്ഞുകൊണ്ടെങ്കിൽ മീനും കല്ലുമക്കായി ഒന്നും ഇല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട നിർബന്ധ കല്ലുമക്കായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങ് മുങ്ങി കേട്ടോ. മുങ്ങിയ പാടെ നമ്മൾ പൊക്കി ഏടത്തേക്കാണെങ്കിൽ നമ്മളെ കമ്പനിക്കാരൻ്റെ അരിയത്തേക്ക് കേട്ടോ. ഇവനോട് കുറേ കഥയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്ഥാപിത്ത് കണ്ടുപിടുന്ന ഒരു ചെറിയൊരു ചാക്കിൻ്റെ കഷ്ണം എടുത്തിട്ട് എല്ലായിടത്തും പോയി തണ്ടുന്നു. കുറച്ച് തരും, അല്ല എൻ്റെ ഭാര്യ എന്നെ വീട്ടിൽ കയറ്റിയില്ല, ഇന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വാട്ടി വെച്ചിട്ട് നിങ്ങൾ തന്നുകൊണ്ട് ഭയങ്കര ഉപകാരമാകുമെന്ന് പറഞ്ഞേരോ. ഇവരിങ്ങനെ തെണ്ടുന്നല്ലേ നമ്മൾ. അപ്പോൾ തെണ്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കിത് കിട്ടിയിട്ടോ. ഇത് കണ്ടപാടന്നെ ഞാൻ തെണ്ടിക്ക് എന്താ വെച്ചുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ തെണ്ടുന്ന വിഷയമില്ലല്ലോ. അങ്ങനെ ഞാനും സാബിത്ത്ക്കാരെല്ലാം കൂടി നമ്മളെന്താക്കണം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ്. സാബിത്ത്ക്കാരനോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ നിനക്കാ കൂടുതൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പോകുന്നു കേട്ടോ. അത്ര അടിപൊളിയിലാണ് ഞങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്തത്. അങ്ങനെ ഞങ്ങളെന്താക്കി നേരെ ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കാനുള്ളൊരു പരിപാടി നടത്തി. ഇത് നമ്മളെ കമ്പനിക്കാരനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാബിത്ത്ക്കാരനെ കുറേ ആൾക്കാരെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തിയില്ലേ, നല്ല അടിപൊളി ചായ കേട്ടോ. ഇവിടുത്തെ കോളായി പാലത്ത് നല്ല അടിപൊളി ചായ കിട്ടുന്ന ഒരു ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടുകട എന്ന് പറയുന്നത് ഈ ഒരു തട്ടുകട കേട്ടോ. ഇവിടുത്തെ പ്രത്യേക കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നല്ല അടിപൊളിയിലാണ് ഈ ഒരു ഈച്ചി ഉണ്ടാക്കുന്നത്. നമുക്ക് ചായ ഒക്കെ തരുന്നത് കണ്ടോ, ഒരു ഗ്ലാസിൻ്റെ പകുതിയല്ല ഫുള്ള് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നതിലോട്ട് അത്രയും കിട്ടും. ചില ഹോട്ടലിലൊക്കെ പോയാൽ അത്രയും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ചായ അങ്ങ് പറഞ്ഞ് ഒരു 1.5 ചായ ആയിട്ട് ഏച്ചിയും കൊണ്ടെത്തന്ന്. അന്നേരം തന്നെ സാബിത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ചൂട് പഴംപൊരി അന്നേരം പൊരിച്ചിട്ട് അന്നേരം കിട്ടുന്ന ഒരു സ്ഥലം കൂടി കേട്ടോ. ആ ചൂട് പഴംപൊരി കൂടിയായ എന്താ പറയുക. അന്നേരം സാബിത്തൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഇവിടുത്തെ പഴംപൊരിയിൽ എന്തുണ്ട് പഴമുണ്ട് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് കിട്ടാം. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിയൊക്കെ ചിരിച്ചിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ലൈക്കൊക്കെ അടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.